ഹലോ ഫ്രണ്ട്സ്, കേരള വാട്ടർ അതോറിറ്റിയിൽ സാനിറ്ററി കെമിസ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ എക്സാമിൻ്റെ സിലബസും അതുപോലെ തന്നെ എക്സാം ഡേറ്റും PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എക്സാം ഡേറ്റ് വരുന്നത് ജൂൺ മാസം 13-ാം തീയതിയാണ്. അതുപോലെ എക്സാമിൻ്റെ സിലബസ് പരിശോധിച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ നിന്നും 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ, അതുപോലെ ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി എന്നീ സബ്ജക്റ്റുകളിൽ നിന്നും 30 മാർക്കിനുള്ള ചോദ്യങ്ങളുമാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി എക്സാമിനായിട്ട് 80 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ 80 ദിവസത്തിനുള്ളിൽ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് മാക്സിമം മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സാനിറ്ററി കെമിസ്ട്രിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ 8ഉം 9ഉം മാർക്കിനൊക്കെ ചോദ്യങ്ങൾ ആവർത്തിച്ച ഓർഗാനിക് കെമിസ്ട്രി പോലുള്ള ടോപ്പിക്കുകൾ കംപ്ലീറ്റ്ലി ഇവിടെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കെമിസ്ട്രിയിൽ നിന്നും 40 മാർക്കിനുള്ള ചോദ്യങ്ങളാവും ഉണ്ടാവുക. അതിൽ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ +2 മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ കെമിസ്ട്രി ഓഫ് വാട്ടർ, അതിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് വാട്ടർ പൊല്യൂഷൻ, വാട്ടർ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, വാട്ടർ ക്വാളിറ്റി, വാട്ടർ അനാലിസിസ്. ഇതൊക്കെ ഈ കെമിസ്ട്രി ഓഫ് വാട്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നതാണ്. അവിടെ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ അടുത്ത ടോപ്പിക്കാണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് കെമിസ്ട്രി. 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പം ഓൾറെഡി നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി കോഴ്സിൽ ഈ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് കെമിസ്ട്രിയുടെയൊക്കെ ടോപ്പിക്സുകൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതിയൊരു ബാച്ച് സാനിറ്ററി കെമിസ്ട്രിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുക. സിലബസിലെ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ എടുത്തു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഫാക്കൽറ്റിയോട് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഫിസിക്കൽ കെമിസ്ട്രി വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എല്ലാം ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. അതാണ് കെമിക്കൽ കൈനറ്റിക്സ്, കെമിക്കൽ തെർമോഡൈനാമിക്സ്, അയോണിക് ഇക്വിലിബ്രിയം, ആസിഡ് ബേസ് കെമിസ്ട്രി. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ സൊല്യൂഷൻസ്. ഇത്രയാണ് ഫിസിക്കൽ കെമിസ്ട്രിയുടെ പാർട്ടിൽ നിന്നും വരുന്നത്. അടുത്തത് ബയോ കെമിസ്ട്രിയുടെ ടോപ്പിക്സ് ആണ്. ബയോ കെമിസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ 30 മാർക്കിനുള്ള ടോപ്പിക്സുകളാണ് ബയോ കെമിസ്ട്രിയുടെ ഏരിയയിൽ നിന്ന് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതിൽ 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഫൗണ്ടേഷൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ അടുത്ത 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ബയോ കെമിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് അടുത്ത 10 മാർക്കിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ എൻസൈമോളജി, ബയോ കെമിസ്ട്രി വരുന്ന മറ്റൊരു പാർട്ടാണ് എൻസൈമോളജി. അതിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അടുത്ത മൈക്രോബയോളജിയുടെ പോർഷൻസ് നോക്കാം. ഫണ്ടമെന്റൽസ് ഓഫ് മൈക്രോബയോളജി, അതിൽ നിന്നും 10 മാർക്കുള്ള ചോദ്യങ്ങൾ. ഓൾറെഡി നമ്മൾ മൈക്രോബയോളജിയുടെ ക്ലാസ്സുകൾ NS അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സാനിറ്ററി കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ബേസിക്സ് ഓഫ് മൈക്രോബയോളജിയുടെ പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ മൈക്രോസ്കോപ്പി, അതുപോലെ സ്റ്റെയിനിങ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് സ്റ്റെറിലൈസേഷൻ, കൾച്ചർ മീഡിയ, കൾച്ചർ മെത്തേഡ്സ്, അതുപോലെ തന്നെ മൈക്രോബയൽ ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ അടുത്ത 10 മാർക്കുള്ള മൈക്രോബയോളജിയുടെ ഒരു പോർഷനാണ്. അത് കഴിഞ്ഞ് എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി, അവിടെ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ. അങ്ങനെ 100 മാർക്കിനുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു സിലബസാണ് കഴിഞ്ഞ ദിവസം സാനിറ്ററി കെമിസ്ട്രിന് വേണ്ടിയിട്ട് PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം 80 ദിവസങ്ങളാണ് ഇനി നിങ്ങൾക്ക് മുന്നിലുള്ളത്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ, ഇനിയുള്ള സമയം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളുകളും കവർ ചെയ്ത് മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ളൊക്കെ ഉള്ള ഒരു സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും നിങ്ങൾ സമയം പാഴാക്കരുത്. അത് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളൂ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ സാനിറ്ററി കെമിസ്ട്രി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ചോദിച്ച പ്രധാനപ്പെട്ട കുറേ ടോപ്പിക്കുകൾ നമ്മുടെ ഈ സിലബസിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി, മെറ്റലർജി, ഓർഗാനിക് കെമിസ്ട്രി. ഇത്രയും മേഖലയിൽ നിന്നും ഒരുപാട് മാർക്കുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ടാണ് സിലബസിൽ ഒഴിവാക്കിയിട്ടുള്ളത്. അതുമാത്രം നമ്മൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ സിലബസിൻ്റെ ലാസ്റ്റിൽ പ്രത്യേക ഒരു നോട്ട് പറയുന്നുണ്ട്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് apart from the topics detailed above, questions from other topics prescribed for the education qualification of post may also appear in the question paper. അതായത് ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്ന് ഉള്ള ചോദ്യങ്ങളല്ലാതെ
മറ്റ് ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിക്കുക എന്നുള്ളൊരു നോട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞ കാര്യം ശരിയാണ്. കാര്യം കുറേ ക്വസ്റ്റ്യൻസ് ഓർഗാനിക് കെമിസ്ട്രി എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ സിലബസ് ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ സിലബസ് മാക്സിമം സിലബസിൽ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾ കവർ ചെയ്ത ശേഷം മാത്രമേ ഈ പറഞ്ഞ ടോപ്പിക്കുകൾക്കുള്ള പ്രാധാന്യം കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഏണസ്റ്റ് അക്കാദമിയിൽ സാനിറ്ററി കെമിസ്ട്രിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് ബാച്ച്, പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ആദ്യം ലഭിക്കുക. അതിനുശേഷം മാക്സിമം ഓരോ മൊഡ്യൂളുകൾ കഴിഞ്ഞ ശേഷം ആ മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ട് റിവിഷൻ ക്ലാസ്സുകൾ പ്രത്യേകം അറേഞ്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ മൊഡ്യൂൾ ഇപ്പം ഫോർ എക്സാമ്പിൾ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്ന ഒരു 10 മാർക്കിലുള്ള മൊഡ്യൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നിൽക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയ ശേഷം ആ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ അതിൻ്റെ റിവിഷൻ ക്ലാസ് പ്രത്യേകം അറേഞ്ച് ചെയ്യും. ആ റിവിഷൻ ക്ലാസ്സുകളിൽ ആ എൻറ്റയർ മൊഡ്യൂളിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ ഡൗട്ട്സും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാക്കൽറ്റിയോട് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല ആ ഓരോ മൊഡ്യൂളിനെയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അത് PSCയുടെ നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് മാക്സിമം തരിക. അങ്ങനെയായിരിക്കും നമ്മുടെ ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകൾക്ക് നമ്മളൊരു ഫോക്കസ് കൊടുക്കും. അതിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഈ കോഴ്സിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മാർക്കുകളൊന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവില്ല. അപ്പോൾ നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞാനൊരു ഗൂഗിൾ ഫോം കൊടുക്കാം. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഏണസ്റ്റ് അക്കാദമി സാനിറ്ററി കെമിസ്ട്രി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെബിനാറിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് സിലബസിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഓരോ മേഖലയിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ മൊഡ്യൂളുകൾ പഠിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതുപോലെ റെഫറൻസുകൾ എന്തൊക്കെ യൂസ് ചെയ്യാം, നിങ്ങൾ ഒരു മൊഡ്യൂളിന് എത്ര സമയം പഠിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ചുരുങ്ങിയ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി പ്ലാനും നമ്മൾ ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും ഈ അവസരം പാഴാക്കരുത്. അപ്പോൾ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാനും അതുപോലെ ഏണസ്റ്റ് അക്കാദമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. താങ്ക് യു.